ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ടും രേണു ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, രേണുവിനെ ന്യായീകരിക്കത്തുമില്ല. രേണു കാണിച്ച ഈ ഒരു വീഡിയോ നിങ്ങളത് കണ്ടു നോക്കിയേ. കാരണം ഈ വീഡിയോയിൽ ഈ രേണു ഈ ഇട്ടിരിക്കുന്ന പിക്ക് ലൈനിൽ ഇട്ടുകൊണ്ട് ഒരു കളി കളിക്കുന്നുണ്ട്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരു ക്യാൻസർ രോഗിയായിട്ട് അവർക്ക് എന്താ പറയാ കീമോ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു പിക്ക് ലൈൻ, അത് ഇട്ടിങ്ങനെ അടിക്കുന്ന സമയത്ത് അതിന്റെ ക്യാപ്പ് എല്ലാം തുറന്നു പോയി കഴിഞ്ഞാൽ അത് വലിയൊരു അബദ്ധം തന്നെയാണ് ഉണ്ടാകുന്നത്. എനിക്കറിയത്തില്ല ഇവർക്ക് അതിനുള്ള ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും രേണുവിന്റെ അടുത്ത ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ല കാര്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മനസ്സിന് സുഖം കിട്ടുന്ന വീഡിയോകൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. ഏതാ ഈ ഡാൻസ് വീഡിയോയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റേ പാട്ട് പാടിയിടുന്നതോ അവരുടെ ഫേസ്ബുക്ക് അവരത് ഇട്ടോണ്ട്. പിന്നെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെടുത്ത് പ്രതികരിക്കും, മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ പോകുന്നത് നീ എന്തോടാ ഇപ്പം മലക്കം മറിഞ്ഞോ, നീ ഇപ്പൊ രേണുവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്, ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണോ ഇത് പറയുന്നത്, നീ എന്താ ഇങ്ങനെ മലക്കം മറിഞ്ഞ് പറയുന്നതെന്നൊക്കെ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് ആ ഒരു രോഗം വന്നപ്പോൾ അത് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിതപ്പനെ ഓർത്ത് തന്നെയാണ്. ആ കുടുംബത്തിന്റെ ഒരു എന്താ പറയുക ഒരു അത്താണിയായിട്ടാണ് ആക്ച്വലി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് സുഖം പ്രാപിച്ചു വന്നിട്ട് അവർ ആൽബങ്ങളും അതോടൊപ്പം തന്നെ എന്താ പറയുക ഇനോഗ്രേഷൻ ഒക്കെ ചെയ്ത് അവർ ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പഴയ കാണിച്ച പോലെയുള്ള സബ്സ്ക്രിപ്ഷനിൽ അങ്ങനത്തെ ഒരു വീഡിയോകളൊന്നും കാണിക്കാതെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ജീവിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രേണുവിന് ക്യാൻസർ ഇല്ല. ഇങ്ങനത്തെ ഇവരുടെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് ക്യാൻസർ ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവർ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വയ്യാതിരിക്കുന്ന സമയങ്ങളിൽ അവർ കിടക്കുന്നു, എഴുന്നേറ്റ് നിൽക്കുന്ന സമയങ്ങളിൽ അവർ അവരുടേതായിട്ടുള്ള വീഡിയോകൾ അവർ ആ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പല കാര്യങ്ങളും വെച്ച് കാശ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു, ചികിത്സയ്ക്ക് വലിയ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വീഡിയോ ഇട്ടിട്ട് എന്തിനായത്? അവർക്കിപ്പോ രോഗാവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത് തന്നെയാണ്. പിന്നെ രോഗമുള്ളവരെല്ലാം എന്താ പറയുക അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നൊന്നുമില്ല. പലർക്കും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. എത്രയോ ക്യാൻസർ പേഷ്യന്റുകൾ വീഡിയോ ഇടുന്നുണ്ട്, അവർ അവരുടേതായിട്ടുള്ള എൻജോയ്മെന്റ് അവർ കണ്ടെത്തുന്നുണ്ട്, ഇല്ലേ? ഞാൻ പറഞ്ഞിരുന്നു എന്റെ കുടുംബത്തിലുള്ള ആ ചേച്ചി പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ചുമ്മാ എന്താ പറയുക ഒരിടത്തങ്ങ് ഫുൾ ടൈം കിടപ്പല്ല. ആ ചേച്ചിക്ക് ആണെങ്കിൽ ക്ഷീണം വരുന്ന സമയത്ത് അവർ കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവർ അവരുടേതായിട്ടുള്ള മേഖലകളിലേക്ക് പോകും, പിള്ളേരെ പഠിപ്പിക്കാൻ പോകും, ചിലപ്പോൾ ഫുഡ് വെക്കാൻ പോകും, അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ രേണുവിന് ആരോഗ്യമില്ലെന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. എന്താ പറയുന്നത്, അവർക്കിപ്പോ വെയിറ്റ് തീരെ കുറവാണ്. എത്രയോ വെയിറ്റ് 60 വെയിറ്റ് കണ്ടുള്ളവർ ഇപ്പം നേരെ കുറഞ്ഞിട്ടുണ്ട്, ഒരു 30 ആ ഒരു സംതിങ് വെയിറ്റിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമാണ് അവർക്കുള്ള ഒരു കുഴപ്പം. പിന്നെ കീമോ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാതെ വരിക, അതൊക്കെയാണ് അവരുടെ മെയിൻ പ്രോബ്ലം. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യും എന്നുള്ളതാണ്. അതിനെ രോഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടി അവർക്കെതിരെ എന്താ പറയാ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അയക്കുന്നത്